ടെക്സസിലെ ഓസ്റ്റിനിലുണ്ടായ ദാരുണമായ വെടിവെപ്പിനെ തുടർന്ന് അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിൽ അടിയന്തര മാറ്റം ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളും താൽക്കാലികമായി അടയ്ക്കണമെന്നും നിലവിലുള്ളവരുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കണമെന്നുമാണ് 70 ജനപ്രതിനിധികൾ ഒപ്പിട്ട കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. പണ്ട് വിനോദസഞ്ചാരിയായി എത്തിയ ഒരാൾ പിന്നീട് പൗരത്വം നേടി നടത്തിയ ഈ ആക്രമണം നിലവിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വെറും പ്രസ്താവനകൾക്കപ്പുറം ഭരണകൂടം കർശനമായ നടപടികളിലേക്ക് കടക്കണമെന്ന ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മേലുള്ളത്. അമേരിക്കയിലെ ടെക്സസിൽ നടന്ന വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ തരത്തിലുള്ള കുടിയേറ്റവും നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ടെക്സസിലെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായി H-1B വിസ അടക്കമുള്ള എല്ലാ കുടിയേറ്റ മാർഗങ്ങളും നിർത്തിവെക്കണമെന്നാണ് ടെക്സസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ റിപ്പബ്ലിക്കന്മാരുടെ പ്രധാന ആവശ്യം. 70 റിപ്പബ്ലിക്കന്മാർ ഒപ്പുവെച്ച കത്ത് കോൺഗ്രസിന് അയച്ചു. വെടിവെപ്പ് നടത്തിയ അക്രമി വർഷങ്ങൾക്ക് മുമ്പ് ടൂറിസ്റ്റ് വിസയിൽ എത്തി അമേരിക്കൻ പൗരയെ വിവാഹം ചെയ്ത് അമേരിക്കൻ പൗരനായി മാറി അക്രമം അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ റിപ്പബ്ലിക്കന്മാർ നിർബന്ധിതരായത്. ഭരണകൂടം വെറുതെ പറയുന്നതിന് പകരം പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രതിനിധികളെ വാഷിംഗ്ടണിലേക്ക് അയക്കുന്നത് ട്വീറ്റ് ചെയ്യാനല്ല, മറിച്ച് ഭരിക്കാനാണ് എന്നാണ് റിപ്പബ്ലിക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. അതിർത്തി സുരക്ഷയെ രാഷ്ട്രീയ ഫുട്ബോൾ പോലെ കൈകാര്യം ചെയ്താൽ ഇനിയും നിരവധി അമേരിക്കക്കാർ കൊല്ലപ്പെടുമെന്നും റിപ്പബ്ലിക്കന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനമായും 4 കാര്യങ്ങളാണ് നേതാക്കൾ കത്തിൽ ആവശ്യപ്പെടുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് തടസ്സമില്ലാത്ത ഫണ്ട് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് തടയുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ വിസയുള്ളവരുടെ കൃത്യമായ ഓഡിറ്റിംഗ് പൂർത്തിയാകുന്നത് വരെ പുതിയ H-1B വിസകൾ നൽകുന്നത് ഉടൻ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തത്, ആരൊക്കെയാണ് ഈ രാജ്യത്തുള്ളതെന്നും അവർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നും ഉറപ്പുവരുത്തണം. 4-ാമത്തേതിലേക്ക് വന്നാൽ, രാജ്യത്തേക്ക് വരുന്നവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും പരിശോധിക്കാനുമുള്ള സംവിധാനം നിലവിൽ വരുന്നത് വരെ എല്ലാത്തരം കുടിയേറ്റങ്ങളും നിർത്തിവെക്കണം. കുടിയേറ്റ രേഖകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പരിശോധിച്ചുകൊണ്ട് നിലവിൽ രാജ്യത്തിനകത്തുള്ള ഭീഷണികളെ കണ്ടെത്താൻ കൂടുതൽ വിഭവങ്ങൾ ഉപയോഗിക്കണമെന്നും കത്തിലുണ്ട്. തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്ക് അമേരിക്കൻ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് രാജ്യസുരക്ഷയ്ക്കായി ഒന്നിക്കണമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വാഷിംഗ്ടൺ നടപടിയെടുക്കാൻ വൈകിയാൽ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ടെക്സസ് സ്വന്തം നിലയ്ക്ക് നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മുന്നറിയിപ്പുമുണ്ട്. മാർച്ച് 1 പുലർച്ചെ ഓസ്റ്റിനിലെ ഒരു സ്ട്രീറ്റിലാണ് രാജ്യത്തെ നടുക്കിയ വെടിവെപ്പുണ്ടായത്. ടെക്സസിലെ ഫ്ലഗർവില്ലയിൽ താമസിക്കുന്ന 53-കാരനായ എൻഡിയാഗ ഡിയാഗ്നെയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥി അടക്കം 3 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. 2000-ൽ ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലെത്തിയ പ്രതി പിന്നീട് ഒരു അമേരിക്കൻ പൗരയെ വിവാഹം കഴിച്ച് ഗ്രീൻ കാർഡ് നേടുകയും 2013-ൽ പൗരത്വം സ്വീകരിക്കുകയുമായിരുന്നു. പ്രതി ധരിച്ചിരുന്ന ടീഷർട്ടിൽ ഇറാന്റെ പതാകയുടേതിന് സമാനമായുള്ള ചിത്രവും മേൽവസ്ത്രത്തിൽ പ്രോപ്പർട്ടി ഓഫ് അള്ളാഹ് എന്നും രേഖപ്പെടുത്തിയിരുന്നു അത്രേ. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ സൈനിക നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇയാൾ വെടിവെപ്പ് നടത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഇറാന്റെ പതാകയും ഇറാനിയൻ നേതാക്കളുടെ ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വിദ്വേഷം നിറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി സുരക്ഷയും വിസ നിയമങ്ങളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം അമേരിക്കയിൽ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം നേടുകയാണ്. തീവ്രവാദ സ്വഭാവമുള്ള ചിന്താഗതികൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന് റിപ്പബ്ലിക്കൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനകത്തെ ഭീഷണികളെ കണ്ടെത്താൻ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നാണ് ഇവരുടെ പക്ഷം. ഫെഡറൽ ഭരണകൂടം കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി സ്വന്തം നിലയ്ക്ക് നിയമനിർമ്മാണം നടത്തുമെന്ന ടെക്സസിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും. എന്തായാലും റിപ്പബ്ലിക്കന്മാർ വൻ പ്രതിഷേധത്തോടെ മുന്നോട്ട് പോവുകയാണ്. നിലവിലുള്ള H-1B വിസ ഉൾപ്പെടെ എല്ലാം നിർത്തിവെക്കണമെന്നും വിദേശികളുടെ മറ്റു കാര്യങ്ങൾ, അവരെന്തിന് അമേരിക്കയിലെത്തി, എന്താണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, അങ്ങനെ തുടങ്ങിയുള്ള അടിമുടി പരിശോധനയാണ് റിപ്പബ്ലിക്കന്മാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കടുക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരവും.